രാജ്യത്ത് തീവണ്ടി യാത്രയുടെ പുത്തൻ അനുഭവവുമായി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ട്രാക്കിലിറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. സുരക്ഷിതവും സൗകര്യപ്രദവും വേഗത്തിലുള്ളതുമായ യാത്രയാകും വന്ദേ ഭാരത് സ്ലീപ്പറുകൾ പ്രദാനം ചെയ്യുക. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്. അതെ, വന്ദേ ഭാരത് വെറും വന്ദേ ഭാരത് അല്ല, വന്ദേ ഭാരത് സ്ലീപ്പറുകൾ. ഏറ്റവും അടുത്ത മാസങ്ങളിലായി ഇന്ത്യൻ റെയിൽവേ ട്രാക്കിലിറക്കാൻ പോകുന്ന പുതിയ ട്രെയിൻ, പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പറുകളുടെ വിശേഷങ്ങളിലേക്ക് പോകാം. സേവനമാരംഭിച്ച അന്നു മുതൽ സൂപ്പർ ഹിറ്റാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ. കേരളത്തിലടക്കം ട്രെയിനുകൾ നിറഞ്ഞോടുന്നു. ജനകീയമായ വന്ദേ ഭാരത് ചെയർ കാറുകൾക്ക് പിന്നാലെ വന്ദേ സ്ലീപ്പറുകൾ ഉടൻ ട്രാക്കിലിറക്കാൻ റെയിൽവേ തയ്യാറെടുക്കുകയാണ്. ദീർഘദൂര യാത്രകൾ ആധുനികവൽക്കരിക്കുക, റെയിൽവേ സോണുകൾ തമ്മിലുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ ട്രെയിനുകൾ സർവീസ് നടത്തുന്നത്. രാജ്യത്തെ വൻ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള യാത്ര സുഗമവും വേഗതയേറിയതുമാക്കുക എന്ന ആവശ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നടപടി. തിരുവനന്തപുരം പൂജപ്പുരയിൽ ജന്മഭൂമി സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടന്ന എക്സിബിഷൻ പവലിയനിൽ ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ മാതൃക പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ദക്ഷിണ റെയിൽവേ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു പ്രദർശനം സംഘടിപ്പിച്ചത്. നീലഗിരി മൗണ്ടൻ റെയിൽവേയിലുള്ള പൈതൃക എഞ്ചിനും അത് അവിടെ ഉപയോഗിച്ചിരുന്ന സിഗ്നലിംഗ് സംവിധാനങ്ങളും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകളുടെ ഡിസ്പ്ലേ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്നും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വന്ദേ ഭാരതിന്റെ എക്സ്പ്രസ്, വന്ദേ നമോ എന്നിവയ്ക്ക് ശേഷം വരുന്ന വേരിയന്റ് ആണ് വന്ദേ ഭാരത് സ്ലീപ്പർ. രാജധാനി ട്രെയിനുകളേക്കാൾ മികച്ച സൗകര്യങ്ങളും സുരക്ഷയുമാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ പ്രത്യേകത. സഞ്ചാരികൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള യാത്രാനുഭവം സമ്മാനിക്കുന്ന ട്രെയിൻ കാഴ്ചയിലും സൗകര്യങ്ങളിലും യൂറോപ്യൻ ട്രെയിനുകൾക്ക് സമാനം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് കോച്ചുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കുലുക്കം ഒഴിവാക്കാനും സുരക്ഷയ്ക്കുമായി ബഫറുകളും കപ്ലറുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. കൂട്ടിയിടിയും അപകടങ്ങളും ഒഴിവാക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സംവിധാനമായ കവചും സുരക്ഷ വർദ്ധിപ്പിക്കും. മികച്ച നിലവാരത്തിലുള്ള ഫയർ സേഫ്റ്റി സൗകര്യമാണ് ട്രെയിനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക ബർത്തുകളും ശൗചാലയങ്ങളും ഉണ്ടാകും. ഓട്ടോമാറ്റിക് വാതിലുകൾ, യാത്രാ വിവരങ്ങൾ തത്സമയം നൽകുന്ന GPS അധിഷ്ഠിത LED ഡിസ്പ്ലേ സിസ്റ്റം. ഫൈബർ ഗ്ലാസുകളാണ് ട്രെയിനിന്റെ ഉൾഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കോച്ചുകളിൽ പ്രത്യേകമായ ലഗേജ് മുറിയും ഉണ്ടാകും. ഫസ്റ്റ് AC കാറിൽ ചൂടുവെള്ളവും ഷവറും ഉണ്ടെന്നതും പ്രത്യേകതയാണ്. യാത്രക്കാരുടെ വായനയ്ക്കുൾപ്പെടെ കൂടുതൽ സൗകര്യം വാഗ്ദാനം ചെയ്യുന്ന പ്രത്യേക ലൈറ്റിംഗ് സംവിധാനമാണ് ട്രെയിനിലെ മറ്റൊരു പ്രത്യേകത. ഇന്റഗ്രേറ്റഡ് അനൗൺസ്മെന്റ് സിസ്റ്റവും വിഷ്വൽ ഡിസ്പ്ലേകളും സുരക്ഷാ ക്യാമറകളും മോഡുലാർ പാൻട്രി സൗകര്യവും ഉൾപ്പെടെ ട്രെയിനിലുണ്ടാകും. 16 പാസഞ്ചർ കോച്ചുകളാവും വന്ദേ ഭാരത് സ്ലീപ്പറിൽ ഉണ്ടാവുക എന്നാണ് സൂചന. ഇതിൽ 11 AC 3 ടയർ കോച്ചുകളും 4 AC 2 ടയർ കോച്ചുകളും 1 AC ഫസ്റ്റ് ക്ലാസ് കോച്ചും ഉണ്ടാകും. ആകെ 823 ബർത്തുകൾ. മണിക്കൂറിൽ 180 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുമെങ്കിലും റെയിൽവേ അനുവദനീയ വേഗതയായ 160 കിലോമീറ്ററിലാകും സഞ്ചാരം. ഇടത്തരക്കാർക്കുള്ള ഗതാഗത മാർഗം എന്ന നിലയിൽ യാത്രാ നിരക്ക് താങ്ങാവുന്നതായിരിക്കുമെന്നും റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ ആധുനികതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്ദേ ഭാരത് ചെയർ കാറുകൾ വന്നപ്പോൾ കൂടുതൽ വേഗത്തിൽ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് വന്ദേ ഭാരത് സ്ലീപ്പറുകളാണ്. കൂടുതൽ സൗകര്യങ്ങളോടെ സുരക്ഷിതമായി വേഗം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ മുരുകനോടൊപ്പം VS അനന്തു, ദൂരദർശൻ ന്യൂസ്.